എല്ലാ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ നബി തങ്ങൾ അവസാനമായി പ്രാർത്ഥിക്കുന്ന ദീർഘമായ പ്രാർത്ഥന, അതിൽ നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന, അബേ ദുനിയാവ് നീ ഞങ്ങൾ ഏറ്റവും വലിയ ചിന്തയാക്കി നീ മാറ്റലേ എന്നാണ്. അക്ബർ ഹമ്മ്, ഏറ്റവും വലിയ ചിന്ത, മുഖ്യമായ അജണ്ട നീ ദുനിയാവാക്കി മാറ്റുന്ന റബ്ബേ. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ ഇൽമിന്റെ ആകത്തുക ദുനിയാവാക്കി മാറ്റുന്ന റബ്ബേ എന്നാണ്. അഥവാ ആകെ അവന്റെ ചിന്തയും അവന്റെ പഠനവും അവന്റെ പരിശ്രമങ്ങളും എല്ലാം ദുനിയാവിന് വേണ്ടി മാത്രമായി മാറുക. അതാണ് മബ്ലഗു ഇൽമി എന്ന് പറയുന്നത്. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ അറിവിന്റെ ആകത്തുക, ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ ആകത്തുക നീ ദുനിയാവാക്കല്ല റബ്ബേ എന്ന രണ്ട് കാര്യമാണ്. ഒന്ന് അക്ബർ ഹമ്മാക്കല്ല, രണ്ടൊന്ന് മബ്ലഗു ഇൽമാക്കല്ല എന്നാണ്. അക്ബർ ഹമ്മ്, ഏറ്റവും വലിയ ചിന്ത, അവന്റെ മുഖ്യമായ അജണ്ട ദുനിയാവാക്കി മാറ്റലേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ മബ്ലഗു ഇൽമ്, അവന്റെ ഇൽമിന്റെ ആകത്തുക, അവൻ പഠിച്ചതും അവൻ ശീലിച്ചതും അവൻ ഗ്രഹിച്ചതുമെല്ലാം അതിനെല്ലാം അവസാനത്ത് ദുനിയാവായി മാറുക. അതാകാൻ പാടില്ല. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ റബ്ബേ നീ മുസീബത്ത് ഉണ്ടാക്കല്ല എന്നാണ്. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഏറ്റവും വലിയ മുസീബത്ത് ദീനിലെ മുസീബത്താണ് എന്നാണ്. അഥവാ അതിനേക്കാളും വലിയ മുസീബത്ത് ഒരാൾക്ക് വരാനില്ല. എന്താ ദീനിലെ മുസീബത്ത്? വിശദീകരിക്കപ്പെട്ട ഇഅ്തിഖാദു സൂഇൻ, ഒരു ദുഷിച്ച വിശ്വാസം, അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത തെറ്റായ വിശ്വാസങ്ങളെ മതത്തിലെ പേരിൽ വിശ്വസിക്കുക, അത് മുസീബത്താണ് ദീനിലുള്ള എന്നാണ്. തെറ്റായ കാര്യം വിശ്വസിക്കുക, അല്ലാഹു പഠിപ്പിക്കാത്ത, നബി തങ്ങൾ പഠിപ്പിക്കാത്ത, പ്രമാണങ്ങൾ ഇല്ലാത്ത, ആരോ പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ച കേട്ടുകേൾവിയും സ്വപ്നകഥകളും കീരകാലകളുമെല്ലാം അടിസ്ഥാനമാക്കി വിശ്വാസങ്ങളെ സ്വീകരിക്കുക. അങ്ങനെയുള്ള തെറ്റായ വിശ്വാസം, അത് വിശ്വാസത്തിന്റെ ഏത് മേഖലയാണെങ്കിലും ശരി, അത് ദീനിലെ മുസീബത്താണ് എന്നാണ്. അതേപോലെ വാക്കിൽ ഹറാം, ഹറാമുകൾ ഭക്ഷിക്കുക ദീനിലെ മുസീബത്താണ് എന്നാണ്. അതുപോലെ ദീൻ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, ഉന്മേഷമില്ലായ്മ, നിസ്കരിക്കാൻ ആവേശമില്ല, ഖുർആൻ ഓതാൻ ആവേശമില്ല, പള്ളികളുമായി ബന്ധം സ്ഥാപിക്കാൻ ആവേശമില്ല, ദീനിയായ മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ അവന് താല്പര്യം കാണുന്നില്ല, നന്മകളിലേക്ക് ഇബാദത്തിലേക്ക് ഒരിക്കലും അവനൊരു ആവേശം, ഉന്മേഷം ലഭിക്കുന്നില്ല. അവിടേക്ക് അലസതയാണ്, എല്ലാം മടിയാണ്, ആർക്കോ വേണ്ടി ചെയ്തു പോവുകയാണ്. പള്ളി വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആർക്കോ വേണ്ടിയാണ്, അതൊരു ആവേശമായി മാറുന്നില്ല. ഇബാദത്തുകൾക്ക് ഒരു ഉന്മേഷം ലഭിക്കുന്നില്ല. തിന്മകളിലേക്കാണ് മനസ്സവന് എപ്പോഴും പ്രേരിപ്പിക്കുന്നത്, ഹറാമ് ചെയ്യാനാണ് താല്പര്യമുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഇബാദത്തിലുള്ള ഒരു ആവേശക്കുറവ്, അതിലുള്ള ഒരു അലസത, അതൊക്കെ ദീനിലെ മുസീബത്താണ് എന്നാണ്.